ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് എതിരായ അവിശ്വാസ പ്രമേയം ഇന്ന് ലോക്സഭയ്ക്ക് മുന്നിലെത്തും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം നൽകുന്നില്ല. വനിതാ എംപിമാർക്കെതിരായ പരാമർശം പ്രതിപക്ഷ എംപിമാരുടെ സസ്പെൻഷൻ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടി സ്പീക്കർക്ക് പക്ഷാപാതം കാണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയിട്ടുള്ളത്. അതേസമയം ഇറാനെതിരായ ഇസ്രായേൽ അമേരിക്കൻ ആക്രമണത്തിൽ സഭ നടപടികൾ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി രാജ്യസഭയിൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. വിഷ്ണു തലവരാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. വിഷ്ണു, ഇന്നും ഈ വിഷയങ്ങളൊക്കെ ഉയർത്തി പ്രതിപക്ഷം ശക്തമായി സഭയിൽ പ്രതിഷേധം തീർക്കാൻ തന്നെയാണ് സാഹചര്യമല്ലേ? അക്ഷയ്, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സ്പീക്കർ ഓം ബിർളയ്ക്കെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയം ഇന്ന് ലോക്സഭയുടെ പരിഗണനയ്ക്ക് വരുന്നു എന്ന തന്നെയാണ്. ലോക്സഭാ സ്പീക്കറായിട്ടുള്ള ഓം ബിർള പക്ഷപാതപരമായി പെരുമാറുന്നു. പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ അത് അംഗീകരിക്കാൻ സ്പീക്കർ തയ്യാറാകുന്നില്ല. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. വനിതാ എംപിമാർക്കെതിരായിട്ടുള്ള സ്പീക്കറുടെ പരാമർശങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് എന്തായാലും ഇത്തരത്തിൽ സ്പീക്കർക്കെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയിട്ടുള്ളത്. നിലവിൽ 120 എംപിമാരാണ് അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. തൃണമൂൽ കോൺഗ്രസും അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ നിൽക്കുമ്പോൾ തന്നെ മറ്റ് പല വിഷയങ്ങളിലും സഭയിൽ ഒരു പ്രതിഷേധം കൂടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വരും. പ്രത്യേകിച്ച് ഇറാനെതിരായിട്ടുള്ള അമേരിക്ക ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്ത്യയുടെ നിലപാടടക്കം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷ എംപിമാർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഹ്രസ്വ ചർച്ച അടക്കം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസുകളാണ് ഇരു സഭകളിലും നൽകിയിട്ടുമുള്ളത്. അതിന്റെ ഇന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിഷയത്തിൽ, അതായത് ഈ പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ലോക്സഭയിലടക്കം ഒരു പ്രസ്താവന നടത്തും എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രസ്താവനയ്ക്ക് ശേഷം മാത്രമായിരിക്കും സ്പീക്കർക്കെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയം ലോക്സഭയുടെ പരിഗണനയ്ക്ക് വരിക. ഇതിനു പുറമെ ഇന്നിപ്പോൾ 10 മണിയോടുകൂടി ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ യോഗം ചേരുന്നുണ്ട്. ഇന്ന് സഭയിൽ സ്വീകരിക്കേണ്ട നടപടികളടക്കം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഓഫീസിൽ 10 മണിയോടുകൂടി തന്നെ ഇന്ത്യ സഖ്യ നേതാക്കളുടെ യോഗം ചേരുക. അക്ഷയ്.